പവിത്രത്തിലെ വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വേദ ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. ഈ സമയത്ത് ഉണ്ടകളെല്ലാം വന്ന് വേദയെ അന്വേഷിക്കുന്നുണ്ട്. ശ്രീകാന്ത് പറഞ്ഞു വിട്ട പ്രകാരമാണ് അവർ അന്വേഷിക്കുന്നത്. എങ്ങനെയെങ്കിലും വേദയെ കണ്ടെത്തുക, അതിനുശേഷം വേദയുടെ കുഞ്ഞിനെ കൊല്ലുക, ഇത് മാത്രമാണ് ഉദ്ദേശം. അങ്ങനെ അവിടെ എല്ലാം അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ കഷ്ടിച്ചൊക്കെ വേദ രക്ഷപ്പെടുന്നുണ്ട്. അതിനുശേഷം വേദയ്ക്ക് ലേബർ പെയിൻ വരുന്നുണ്ട്. അങ്ങനെ വേദയാണെങ്കിൽ ലേബർ റൂമിലേക്ക് മാറ്റിയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് രാധികയ്ക്കാണെങ്കിൽ ആകെപ്പാടെ മാനസികമായ വിഭ്രാന്തി കൊണ്ട് രാധികയ്ക്കും കുഞ്ഞിന് കുഴപ്പമൊക്കെ ഉണ്ടാകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്നുള്ള തീരുമാനത്തിലെത്തുകയാണ് ഡോക്ടർ. കാരണം ആ രീതിയിൽ രാധികയുടെ മനസ്സ് തകർന്നിരിക്കുകയാണ്. അങ്ങനെ രാധികയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് ഡൽഹിയിൽ എത്തിയിട്ടുണ്ടായത്. അപ്പം ശ്രീകാന്തിനെ അറിയാമെന്ന് വെച്ച് എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഗുണ്ടകളൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരാളെ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, അവൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സംശയം തോന്നി, അല്ലെങ്കിൽ നിങ്ങളൊക്കെ അന്വേഷിച്ച് ചെന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി കാണും. അവൾ ബുദ്ധിയുള്ള പെണ്ണ, അവൾ പേര് മാറ്റി കൊടുത്തു കാണും ഹോസ്പിറ്റൽ റെക്കോർഡിൽ. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാഞ്ഞത്. ഒരു കാര്യം ചെയ്യും, അവളുടെ കൂടെ അന്നൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അങ്ങനെ ഫോണെടുത്ത് ആ കൂട്ടുകാരിയുടെ ശ്രേയയുടെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. ഇവളെ പൊക്കിയാലും മതി, ഇവക്കറിയായിരിക്കും ഇവള് വേദ ഇപ്പോൾ എവിടെയാണെന്ന് ഇവക്ക് കൃത്യമായിട്ടറിയാം. ഇവിടെ അവളുടെ സഹായത്തിനുള്ള ഒരേ ഒരാൾ ഇവൾ മാത്രമാണെന്നും പറഞ്ഞ് ശ്രേയയുടെ ഫോട്ടോ കാണിക്കുന്നുണ്ട് ശ്രീകാന്ത്. അങ്ങനെ ഗുണ്ടകളെല്ലാം ശ്രേയം തപ്പി ഇറങ്ങാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് വേദയാണെങ്കിൽ ഇതിനൊക്കെ വരുന്നുണ്ട്. പക്ഷെ ആരുടെയും സഹായവും ഇല്ല ആ സമയത്ത്. അങ്ങനെ ലേബർ റൂമിൽ ഡെലിവറിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഈ സമയത്ത് നാട്ടിലാണെങ്കിൽ കമലമ്മയ്ക്കാണെങ്കിൽ ഒട്ടും സുഖമില്ല. അങ്ങനെ ശ്വാസം മുട്ട് കൂടി കമലമ്മയെ ഹോസ്പിറ്റലിലാക്കുന്നുണ്ട്. അങ്ങനെ അവിടത്തേക്ക് വിഷുവും എല്ലാവരും എത്തുന്നുണ്ട്. അങ്ങനെ ICUലേക്ക് കയറ്റിയാണ് കമലമ്മയും. വേദയുടെയും വിക്രത്തിൻ്റെയും കാര്യം ഓർച്ച് ആദ്യം പിടിച്ചാണ് കമലമ്മയ്ക്ക് അസുഖം കൂടിയത്. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കമലമ്മയും ICU കയറ്റിയിരിക്കുകയാണ്. അങ്ങനെ അടുത്ത് വേദയെ അന്വേഷിച്ച് ശ്രീകാന്ത് നെട്ടോട്ടം ഓടുവാണ്. എങ്ങനെയെങ്കിലും വേദയെ കണ്ടുപിടിക്കുക, അതുമാത്രമാണ് ലക്ഷ്യം. അങ്ങനെ വേദയും ശ്രേയയും അന്വേഷിച്ച് ശ്രീകാന്ത് എല്ലായിടത്തും നടക്കുകയാണ്. ഈ സമയത്ത് വേദയാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയാണ്. വേദയ്ക്ക് സഹായവുമായി എത്തുന്നത് ശ്രീലക്ഷ്മിയാണ്. അങ്ങനെ വേദ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയാണ്. ഈ സമയത്ത് കമലമ്മയുടെ കാര്യം ഇച്ചിരി സീരിയസ് ആണ്, ഡോക്ടറാണെന്ന് മാഷിനോട് പറയുന്നുണ്ട്. ഇച്ചിരി പ്രശ്നമാണ്, ഇപ്പം ശ്വാസം മുട്ട് കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യം മാഷിനെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ മാഷ് ആകെപ്പാട് ടെൻഷനാണ്. ഈ ശേഷം വിക്രത്തിനാണെങ്കിൽ ഇതിനൊക്കെ വലിയ പ്രശ്നമാണ്. അങ്ങനെ ശ്രീകാന്ത് ഏർപ്പാടാക്കിയ കൊലയാളികൾ തിരിച്ച് പരോളൊക്കെ കഴിഞ്ഞിട്ട് കയറുകയാണ്. അവരുടെ ഉദ്ദേശം എങ്ങനെയെങ്കിലും വിക്രത്തെ കൊല്ലുക, ജയിലിലിട്ട് തന്നെ കൊല്ലുക, ഇത് മാത്രമാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെ വിക്രത്തിനെ പല രീതിയിലും പ്രകോപിക്കാൻ അവർ നോക്കുന്നുണ്ട്. അപ്പം ആദ്യമൊക്കെ വിക്രം ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറിപ്പോകുന്നുണ്ട്. അവസാനം വിക്രത്തിന് സഹികെട്ട് വിക്രം പ്രതികരിക്കാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ജയിലിൽ വിക്രത്തിന് പുതിയ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. വേദയും ശ്രീകാന്ത് കണ്ടെത്തിയതോടെ വേദയ്ക്കും പുതിയ പ്രശ്നങ്ങൾ തുടങ്ങുവാണ്.